കാണിക്കുന്നേ? മോളെ മണ്ണെണ്ണയാ, കത്തിപ്പിടിക്കുന്ന വഴി അറിയില്ല. ഒറ്റ ബുദ്ധിക്ക് വേണ്ടാതിനൊന്നും കാണിക്കല്ലേ. നിന്റെ ചേച്ചിയുടെ മുഖമെങ്കിലും നീ ഒന്ന് ഓർക്കുമോളെ. മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്കും മോളെ. എനിക്കൊന്നും ഓർക്കണ്ട. മണ്ണെണ്ണ തീരുമാനിച്ചു കത്തിപ്പോയാൽ എന്താവെന്ന് അറിയോ നിനക്ക്? അവിടുന്ന് മോളെ ഇതൊന്ന് വാങ്ങിയേ. അവിവേകം കാണിക്കരുത്. ഇതല്ല ഒന്നിന്റെ പരിഹാരം. മോളെ എന്താ ഇത് മോളെ? അവിവേകം കാണിക്കുന്നതിന് മുമ്പ് ചേച്ചി അനിയത്തിമാരെ ഒന്ന് ഓർക്കണം. അയ്യോ, ആ മണ്ണെണ്ണ ഇങ്ങോട്ട് തരണ പറഞ്ഞു. ഇത് ഞാൻ ചെയ്തിരിക്കും. അയ്യോ അയ്യോ കൊടുക്കല്ലേ. കൊടുത്ത അനകമോള് കത്തിക്കും. ചേച്ചി എനിക്ക് പറഞ്ഞ മനസ്സിലാക്ക്. പറഞ്ഞു കേക്കാൻ. അയ്യോ നീ സ്വയം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്നെ കത്തിക്ക. എന്തിനാ അമൃതച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പിന്നെ എന്താടി പറയേണ്ടത്? നമ്മൾ 5 പേരിൽ ഒരാൾ ഇല്ലാതായ പിന്നെ ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. അനഘേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? എന്ത് ബുദ്ധിമോശം അനഘേച്ചി കാണിച്ചേ. അയ്യോ, അതിന് നിങ്ങളോടൊക്കെ ഞാൻ എന്ത് ചെയ്തോന്നാ? നീ ഒന്നും ചെയ്തില്ലേ, പിന്നെ ഇപ്പൊ എന്താ നീ കാട്ടിക്കൂട്ടിയത്? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. വിവേക് എനിക്ക് വാങ്ങി തന്ന കുറെ ഡ്രസ്സ് കത്തിച്ചു കളയുന്നതിന് നിങ്ങളൊക്കെ എന്തിനാ അനാവശ്യ ബിൽഡപ്പ് കൊടുക്കുന്നേ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഡ്രസ്സോ? എന്ത് ഡ്രസ്? ഇത് നോക്ക്. ഇതാ ഞാൻ പറഞ്ഞത്. നല്ല ഒന്നാം തരം ഡ്രസ്സുകളെ അമൃത മോളെ. ഇത് കത്തിച്ച കർത്താവ് പോലും സഹിക്കത്തില്ല. ഇത് കത്തിച്ച് കളയാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാ ഭാഗ്യത്തിന് ഞാൻ കണ്ടത്. തടഞ്ഞതും ഈ ഡ്രസ് കത്തിക്കാനാണോ ഈ മണ്ണെണ്ണ തീപ്പെട്ടിയൊക്കെ? ഇല്ലല്ലാതെ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണെന്നോ? നല്ല ഒന്നാം തരം ഡ്രസ് കത്തിച്ച് കളയുന്നത് ആത്മഹത്യക്കാൾ കുറ്റകൃത്യമാ മോളെ. ഒന്ന് മിണ്ടാതിരിക്കും സിസ്റ്റർ എടുത്തി. വെറുതെ വിളിച്ചു കൂവി ആളെ കൂട്ടി അലമ്പാക്കിയിട്ട് ഇന്ന് സംസാരിക്കുന്നോ? വിവേകിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും എന്റെ മനസ്സിൽ നിന്ന് മായണം. അതിന് അവൻ തന്ന സമ്മാനങ്ങളെല്ലാം ഇരിഞ്ഞടങ്ങണം. എന്നാലേ എനിക്ക് അവനോട് തോന്നിയ സ്നേഹവും അതുപോലെ എരിഞ്ഞു തീരും. എന്റെ ഫോണിലുണ്ടായിരുന്ന അവന്റെ ഫോട്ടോസും അവന്റെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ആകെ ബാക്കിയുള്ളത് ഇതൊക്കെയാ. ഇതും കൂടി കത്തിച്ചു കളഞ്ഞ ഒക്കെ കഴിഞ്ഞു. ആയിക്കോട്ടെ, നീ ആഗ്രഹിക്കുന്ന അങ്ങനെയാണെങ്കിൽ അത് നിന്നെ സഹായിക്കുമെങ്കിൽ ഞാൻ നിന്നെ തടയില്ല. കൃഷ്ണേട്ടാ, അതങ്ങ് കൊടുത്തേക്ക്. നടക്കത്തില്ല. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇതൊന്നും കത്തിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തിക്ക് എന്തിനാ ഈ ചുരിദാറൊക്കെ? ഇതൊക്കെ വെട്ടി ഞാൻ ഫ്രോക്ക് തയ്ച്ചിടും. അല്ല പിന്നെ മോളെ, നിന്റെ മനസ്സിലിപ്പോ എന്താന്ന് ചേച്ചിക്കറിയാം. പക്ഷേ ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി. ഇതിനേക്കാളും നല്ലൊരു ജീവിതം ദൈവം നിനക്ക് കണ്ടുവച്ചിട്ടുണ്ടാവും. എന്റെ സങ്കടം മാറിക്കോളൂ അമൃതേച്ചി. ആ ജീവനാന്തം വിവേകിനെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കൊന്നുമില്ല ഞാൻ. ഇവളുടെ ആകാശേട്ടന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതൊന്നും ആലോചിച്ച് അനഘേച്ചി ടെൻഷൻ ആവണ്ട. ഞങ്ങളുടെ കല്യാണം നടക്കാൻ കുറച്ചു കാലം കൂടി കാത്തിരിക്കണമെന്ന് ഞാൻ ആകാശേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു. അതിന് ആകാശേട്ടന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.